ഓം അരുണാചലേശ്വരായ നമ. മൂലം പൂരാടം, ഉത്രാടം, ഉത്രം, അത്തം, ചിത്തിര, മകയിരം, തിരുവാതിര, പുണർദം, ഉത്രാടം, തിരുവോണം, അവിട്ടം തുടങ്ങിയ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ ഭാഗ്യം തുടങ്ങുന്നു. അതായത് നാളെ മുതൽ. നാളത്തെ ദിവസം അറിയാമല്ലോ, നാളെ ജൂൺ 6-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസം. 12 വർഷങ്ങൾക്ക് ശേഷം ബുധനും വ്യാഴവും മിഥുനം രാശിയിൽ ഒന്നിക്കുകയാണ്. ബുധൻ വിദ്യാകാരകനാണ്. വിദ്യാകാരകനായ ബുധനും വ്യാഴവും കൂടി ഒരേ രാശിയിൽ ഒന്നിക്കുന്നതിൻ്റെ ഫലമായി 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വമ്പൻ മാറ്റങ്ങളാണ് നാളെ മുതൽ ആരംഭിക്കുവാനായി പോകുന്നത്. വിദ്യ കൊണ്ട് വിജയമുണ്ടാക്കാൻ പറ്റുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് എത്തുന്നതാണ്. വളരെയധികം അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിത ധന നേട്ടമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ജോലിയില്ലാതെ വലയുന്നവർക്ക് ജോലി ലബ്ധി ഉണ്ടാകുന്നതാണ്. ജോലിക്കുള്ള എന്തെങ്കിലുമൊക്കെ പ്രധാന രേഖകളൊക്കെ സൈൻ ചെയ്യാനോ ചില ഓഫറുകൾ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ വഴിയൊക്കെ ജോലിക്ക് ഉള്ള ഒരു സഹായങ്ങളൊക്കെ ലഭിക്കാനും എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ 2 ഗ്രഹങ്ങളും ഒന്നിച്ചൊരേ രാശിയിലെത്തുന്നതിൻ്റെ ഫലമായി നാളെ മുതൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം പ്രധാനമായും നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏത് കാര്യത്തിനും നാളെ നിങ്ങൾക്ക് ഉത്തമമാണ്. ഈ 9 നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വമ്പൻ മാറ്റങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി വേണം ഏതു കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാൻ. ആ പ്രാർത്ഥന വളരെയധികം നേട്ടം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ വ്യാഴവും ബുധനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നാളെ ജൂൺ മാസം 6-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസം വളരെയധികം നേട്ടത്തിലേക്ക് കടക്കുന്നു ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർ. ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത്, എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് നാളെ മുതൽ വന്നു ചേരാൻ പോകുന്നത് എന്നതുകൂടി നമ്മൾക്ക് നോക്കാം. ചില രാശിക്കാർക്ക് ഈ ഗ്രഹസംക്രമണമൊക്കെ നടക്കുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പെട്ടെന്നായിരിക്കും കയ്യിലേക്ക് നിറയെ ധനം വന്നു ചേരുന്നത്. പല മാർഗങ്ങളിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ധനം കയ്യിലേക്ക് വന്നു ചേരും. ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ, ചിട്ടികൾ പോലെയുള്ള, അതുപോലെ കിട്ടാക്കടങ്ങളൊക്കെ വിളിച്ചു തരുന്ന അവസ്ഥ. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും നടത്തിയെടുക്കപ്പെടുന്ന സമയം കൂടിയാണ്. എന്നാൽ ഈ ഗ്രഹമാറ്റം ചില നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവത്തിൽ കൊണ്ടുവരുന്നതാണ്. എങ്കിലും പൊതുവേ 12 രാശിക്കാർക്കും വളരെ നല്ല സമയം തന്നെയാണ് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രാശിയിലേക്കുള്ള ഈ പ്രവേശനം നൽകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നക്ഷത്രങ്ങളായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംക്രമണം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഏറെ നാളായി മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് പോലും നിങ്ങൾ വരെ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ് നാളെ മുതലുള്ള സമയം. പലതും പൊടി തട്ടി പുറത്തേക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചെറുതു മുതൽ വലിയതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വരെ ഒരു തുടക്കമാകാൻ തക്കവണ്ണതായ ഒരു മാറ്റം നിങ്ങൾക്ക് നാളെ മുതൽ ലഭ്യമാകുന്നതാണ്. ചില വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ചില ആളുകളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനും, അത് ചിലപ്പോൾ വിലപിടിപ്പുള്ള സമ്മാനം എന്ന് പറയുമ്പോൾ ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിവാഹ അഭ്യർത്ഥന, ഒരു ആലോചനയൊക്കെ ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വിലമതിക്കാൻ കഴിയാത്ത അത്രയ്ക്കുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കാര്യങ്ങൾ നാളെ മുതൽ സംഭവിക്കാൻ തുടങ്ങുകയാണ്. പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും എനിക്ക് അവരെ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അവരിൽ നിന്നൊരു സ്നേഹവാക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് അടിവരയിട്ട പല കാര്യങ്ങൾക്കും നാളെ മുതലുള്ള സമയം തുടക്കമാകാൻ പോകുന്നുണ്ട്. കുടുംബ അംഗങ്ങൾക്കൊപ്പം ദീർഘയാത്ര നടത്താനും ആ യാത്ര നിങ്ങൾക്കും കുടുംബത്തിനും നഷ്ടപ്പെട്ടു പോയൊരു സ്നേഹബന്ധങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിലായിരിക്കും. ഒരു ഐക്യം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലേക്ക് സമാധാനം വീണ്ടും പുനഃസ്ഥാപിക്കാൻ നിങ്ങൾക്ക് തന്നെ, അതായത് നിങ്ങൾ വഴി തന്നെ സാധ്യമാകുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ നേർന്നിട്ട് അത് നടത്താതെ ഇരിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന്
ശ്രദ്ധിക്കുക. അതായത് മുതിർന്ന അച്ഛനോടോ അമ്മയോടോ അവർ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നേർച്ച പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കുടുംബത്തിലുള്ളവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെയുള്ള നേർച്ചകളുണ്ടെങ്കിൽ അതും ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. വിദേശ ഭാഗ്യത്തിനൊക്കെ അങ്ങനെ നേർന്ന നേർച്ചകളൊക്കെ ചെയ്യാതിരുന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ടായി മാറുന്നതാണ്. വിദേശവാസത്തിനുള്ള യോഗമുണ്ടെങ്കിലും ചില തടസ്സങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ട് ചെയ്യാതെ ഉണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രാശിയിലേക്കുള്ള ഈ സംക്രമണം വളരെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ചില വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ്. ചില സ്വയം തൊഴിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ധനം സമ്പാദിക്കാമെന്ന് ആഗ്രഹിക്കുന്ന, ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ നല്ലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. പല വഴികളിലായി പണം കയ്യിലേക്ക് വരും. ബിസിനസ്സിൽ തന്നെ പണം ഇട്ടിട്ട് തിരിച്ചൊന്നും കിട്ടുന്നില്ല, ലാഭമില്ല, നഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയ്ക്കും മാറ്റമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ആസ്തി ഇതൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. 2 ഗ്രഹങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ തള്ളിക്കളയേണ്ട. ചെറിയ ചെറിയ പല മാറ്റങ്ങളും നിങ്ങൾക്ക് നാളെ മുതൽ അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ ഈ നക്ഷത്രക്കാർ, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ നാളത്തെ ദിവസം ലോട്ടറിയൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. ചെറിയ തുകയാണെങ്കിൽ പോലും അതിൽ സമ്മാനം നിങ്ങൾക്ക് ഉറപ്പാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും നാളെ ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം വളരെയധികം തുടക്കമാവുകയാണ്. അതിനാൽ തന്നെ ഏത് കാര്യത്തിനിറങ്ങിയാലും പരാജിതൻ എന്ന് പേര് കിട്ടിയ നിങ്ങൾക്ക് ആ പരാജിതൻ എന്ന പേര് മാറ്റി ഇനി വിജയ് എന്നുള്ള പേരിലേക്ക് മാറാനുള്ള ഒരു സമയവും കൂടി നാളെ മുതൽ തുടങ്ങുകയാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ സഹായം കൂടി നിങ്ങൾക്കിനി ലഭിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലുള്ള മുതിർന്ന ആളുകളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായി വന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുള്ളവർക്ക് അതിനൊക്കെ മാറ്റമുണ്ടാകുന്നു. കുടുംബത്തിൻ്റെ പിന്തുണ കൂടി ഇനി ഏത് കാര്യത്തിനും ഒരു താങ്ങായി തണലായി ഉണ്ടാകുന്നത് തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ജോലിയിൽ സ്ഥാന കയറ്റത്തിന്, പ്രൊമോഷൻ്റെ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശമ്പള വർധനവിൻ്റെയൊക്കെ സമയമാണ്. ഇപ്പോൾ സ്ഥിരമാകാനുള്ള, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥിരമാകാനുള്ള, പെർമനൻ്റ് ആകാനുള്ള സമയമൊക്കെയാണ്. ജീവിതത്തിൽ ഒരു സന്തോഷകരമായ സമയത്തിൻ്റെ തുടക്കം നാളെ മുതൽ സംഭവിക്കുന്നുണ്ട്. പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വീട് പണി നടത്താനോ ഒക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നാളെ മുതലുള്ള സമയം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ധൃതിയിൽ തന്നെ ഭഗവാൻ നടത്തി തരും. അത്രത്തോളം നല്ല സമയം തന്നെയാണ്. മംഗളകർമ്മങ്ങൾക്കുള്ള ഒരു സമയം കൂടി തുടങ്ങുകയാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താനും ചില മംഗളകർമ്മങ്ങൾ നിങ്ങളാൽ നടത്തിപ്പിക്കാനൊക്കെയുള്ള യോഗം ഈ സമയത്തുണ്ടാകുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നിൽക്കേണ്ടതായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. വളരെയധികം മാറ്റത്തിൻ്റെ ഒരു സമയമാണ് മിഥുനം രാശിയിൽ ഉള്ള ആളുകൾക്ക്. മിഥുനം രാശിയിലെ ബുധൻ്റെ വ്യാഴത്തിൻ്റെ സംക്രമണം ഈ കന്നി രാശിക്കാർക്ക് നൽകുന്നതും വളരെയധികം മാറ്റങ്ങൾ തന്നെയാണ്. പുതിയതായി പല കാര്യങ്ങളും തുടക്കം കുറിക്കാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നാളെ മുതലുള്ള സമയം ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ, ഒരു വണ്ടി വാങ്ങിക്കാനുള്ള തീരുമാനമുണ്ട്, ഷോറൂമിൽ പോയി വണ്ടി സെലക്ട് ചെയ്യാം, നോക്കാം, അങ്ങനെ പല കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടുകൂടി ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഏത് കാര്യവും തുടങ്ങണം എന്ന് മാത്രം. അത് വിജയം നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നമ്മൾ വിജയം സുനിശ്ചിതമായി നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ കൂടി അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇറങ്ങുന്ന സമയം പ്രാർത്ഥിക്കുക, അല്പം സിന്ദൂരം, ഭസ്മം, ചന്ദനം ഇത് ഏതെങ്കിലും ഒന്ന് നെറ്റിയിലൊന്ന് അണിയുക. ആ അണിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായി ഭവിക്കുന്നതുമായിരിക്കും. നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ അമ്മമാർ പറയാറില്ല അല്പം സിന്ദൂരം ഇട്ടിട്ട് പോടാ, അല്ലെങ്കിൽ അല്പം സിന്ദൂരം ഇട്ടിട്ട് പോടി എന്നൊക്കെ. നമ്മൾ ചിലപ്പോൾ അത് ഇന്നത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ആ ഫാഷൻ വേൾഡിൽ ചിലപ്പോൾ അത് മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ എന്തിനാ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇനി മുതൽ നമ്മളെല്ലാവരും ഇതൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഇതൊന്ന് പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് വിജയകരമായി നിങ്ങൾക്ക് മാറുന്നതെന്ന്. അപ്പോൾ ഇനി മുതൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഏവരും. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും അനുകൂല സമയം നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. ഒരു പുതിയ വാഹനം വാങ്ങണമെന്ന ആഗ്രഹം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതിനുള്ള സമയവും കൂടി ഉണ്ടാകുന്നുണ്ട്. ഏത് കാര്യത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് നാളായി പുതിയൊരു വാഹനം വാങ്ങണമെന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാര സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. മുൻകാല ചില നിക്ഷേപങ്ങളൊക്കെ ഉണ്ട്, അത് പാതി വഴിയിലായി, അതിൽ നിന്ന് പൈസയൊന്നും തിരിച്ചടച്ചതുപോലും കിട്ടില്ല എന്നൊക്കെ ഓർത്ത് വ്യസനിക്കുന്നവരുണ്ടെങ്കിൽ ആ ധനം തിരികെ കിട്ടാനൊക്കെയുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്.
മത്സര പരീക്ഷകൾക്കൊക്കെ വിജയം കണ്ടെത്താനും നാളെ മുതലുള്ള സമയം സാധിക്കുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ചില ദീർഘയാത്രകൾ പോകുവാനും ആ യാത്ര നിങ്ങളാൽ ഗുണകരമായി മാറാനും അതിൽ നിന്ന് നിങ്ങൾക്ക് അനുമോദനങ്ങളൊക്കെ ലഭിക്കാനുമുള്ള സമയവുമാണ്. ബിസിനസ് വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ടും നേട്ടമുണ്ടാകാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, വ്യാപാരം ചെയ്യുന്ന ആളുകൾക്കൊക്കെ നേട്ടത്തിൻ്റെ സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആളുകൾക്ക് പുറത്തേക്ക് വരാൻ, അതായത് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് താനേ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഈ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അത്രയ്ക്ക് നല്ല സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. പ്രണയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം കൂടി നാളെ മുതലുള്ള സമയം തുടങ്ങുന്നുണ്ട്. അപ്പോൾ 12 വർഷത്തിന് ശേഷം ബുധനും വ്യാഴവും മിഥുനം രാശിയിൽ ഒന്നിക്കുന്നത് ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യദായകമായ അനുഭവങ്ങളുമായിട്ടാണ്. പ്രാർത്ഥനയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ഇനി ചെയ്യാനായിട്ട്. ഇരട്ടി നേട്ടമാണ്, ഇരട്ടി ഫലമാണ്, ഭാഗ്യമാണ്.